രശ്മിക മന്ദാനയും ആയുഷ്മാൻ ഖുറാനയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഹിന്ദി ചലച്ചിത്രം താമ. ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥ കേൾക്കാം. കഥ ആരംഭിക്കുന്നത് അലക്സാണ്ടറിന്റെ പടയോട്ട കാലത്താണ്. പടയോട്ടത്തിന്റെ ഭാഗമായി ഭാരതം കീഴടക്കാൻ അലക്സാണ്ടർ ഇങ്ങോട്ടേക്കും എത്തിച്ചേർന്നു. അങ്ങനെ അവർ ഭാരതത്തിലെ ഒരു കാട്ടുവഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. വഴി പറഞ്ഞു കൊടുക്കാൻ ഒരു നാട്ടുകാരനുമുണ്ട്. പക്ഷേ കാടിന്റെ ഒരു വശത്തെത്തിയപ്പോ അവിടെ ഒരു അനക്കം കണ്ടു. നാട്ടുകാരൻ ഭയപ്പെട്ടു. അങ്ങോട്ടേക്ക് പോകരുതെന്നും അവിടെ മനുഷ്യരക്തം കുടിക്കുന്ന ഭേദാളങ്ങളുണ്ട് എന്നും അയാൾ പറഞ്ഞെങ്കിലും അലക്സാണ്ടർ അതൊന്നും ചെവികൊണ്ടില്ല. മുമ്പോട്ടേക്ക് തന്നെ പോവാൻ അലക്സാണ്ടർ ഉത്തരവിട്ടു. സംഘം മുമ്പോട്ടേക്ക് നീങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോ വീണ്ടും അനക്കം കാണുകയാണ്. എന്താ അതെന്ന് ചെന്നു നോക്കാൻ കൂടെയുണ്ടായിരുന്ന ഇന്ത്യക്കാരനെ അലക്സാണ്ടർ പറഞ്ഞയച്ചു. അയാൾ പോയി ചുറ്റിലും നോക്കി. അവിടൊന്നും ഒന്നുമില്ലെന്ന് അലക്സാണ്ടറോട് തിരിച്ചു വിളിച്ചു പറഞ്ഞു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. മരത്തിന്റെ മുകളിൽ നിന്നും ഒരു ഭേദാളം വന്ന് അയാളെ പൊക്കിയെടുത്തുകൊണ്ടുപോയി. യക്ഷാസനൻ എന്നായിരുന്നു അയാളുടെ പേര്. യക്ഷാസനൻ പിന്നാലെ അലക്സാണ്ടറിനെയും ആക്രമിച്ചു. യക്ഷാസനന്റെ കൂടെയുള്ള ഭേദാളങ്ങൾ ആ പടയെ ഒന്നടങ്കം കൊന്നുതള്ളി. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. അലോക് എന്ന പത്രപ്രവർത്തകനെ നമ്മൾ പരിചയപ്പെടുകയാണ്. അവരെന്ന് കാട്ടിൽ ഒരു ട്രക്കിങ്ങിന് വന്നിരിക്കുകയായിരുന്നു. പക്ഷേ അലോക് പേടിത്തൊണ്ടനായതുകൊണ്ട് കാടിന്റെ പരിസരത്തേക്ക് എത്തിച്ചേർന്നിട്ടും അവർ കാടിനകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് അതിനു മുമ്പ് അലോക്കിന്റെ ഒരു വീഡിയോ വൈറലാകുന്നതും. സെമിത്തേരിയുടെ ഒരു വ്യാജ ഷൂട്ടിങ്ങിന് പോയി അതിൽ അലോക് കോമാളിയാവുന്ന ഒരു ദൃശ്യമായിരുന്നു അത്. കൂട്ടുകാർ കളിയാക്കിയപ്പോ അലോക്കിന് വെറു പിടിച്ചു. കാടിനകത്ത് പോയി അവിടുത്തെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത് തന്റെ ധൈര്യം തെളിയിക്കും എന്ന മട്ടിൽ അലോക് ആ ഉൾക്കാടിനുള്ളിലേക്ക് നടന്നു. കൂട്ടത്തിൽ 2 കൂട്ടുകാരുമുണ്ട്. അവർ സഹപ്രവർത്തകരുമാണ്. പക്ഷേ കാടിനകത്ത് എത്തിയപ്പോഴായിരുന്നു ഒരു കരടി അവരെ ആക്രമിച്ചത്. കൂട്ടുകാരും അലോക്കും അവിടെ വെച്ച് തെറ്റിപ്പിരിഞ്ഞു. അലോക് മറ്റൊരു വഴിക്കോടി. കരടിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അലോക് ഒരുപാട് കഷ്ടപ്പെട്ടു. ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വിറകുകൂനയ്ക്കുള്ളിലേക്ക് കയറിയായിരുന്നു അലോക് തന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത്. അപ്പോഴേക്കും അവന്റെ ബോധം മറയുന്ന മട്ടിലേക്ക് എത്തിയിരുന്നു. കൃത്യസമയം അവിടെ ഒരു പെൺകുട്ടി എത്തി. അവൾ അലോക്കിനെ കണ്ടു. കരടിയെ മാറ്റി അലോക്കിനെ രക്ഷപ്പെടുത്തി. ടഡാക്ക എന്നായിരുന്നു അവളുടെ പേര്. അലോക്കിന്റെ ഹൃദയം മിടിക്കുന്നുണ്ട്. തടാക്ക അത് കേട്ട് അതിശയത്തോടെ അലോക്കിനെ നോക്കി. തന്റെ കണ്ണു തുറന്ന് തടാക്കയെ കണ്ടതും അലോക് ഒന്നുകൂടി മയക്കത്തിലേക്ക് വീണു. പിന്നീട് കണ്ണു തുറക്കുമ്പോ അവൻ തടാക്കയുടെ സംരക്ഷണത്തിലാണ്. കാടിനുള്ളിൽ തകർന്നു വീണ ഒരു എയ്റോപ്ലെയിൻ ആയിരുന്നു തടാക്ക അവനെ സംരക്ഷിക്കാനായി തിരഞ്ഞെടുത്തത്. കുറച്ചു കഴിഞ്ഞ് തടാക്ക അങ്ങോട്ടേക്ക് വന്നു നോക്കിയപ്പോ അവിടെ അലോക്കിനെ കാണാനില്ല. തടാക്ക ഒന്ന് ഭയപ്പെട്ടു. പുറത്തു നോക്കിയപ്പോ അവിടെ പുറമെ അവനുണ്ട്. അവൾക്ക് ആശ്വാസം തോന്നി. അവൾ അലോക്കിനടുത്ത് വന്ന് പറഞ്ഞു, നീ ഇപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല, അപകടമാണ്. വിശന്നിട്ട് ഭക്ഷണം നോക്കി ഇറങ്ങിയതാണ് താൻ എന്ന് അലോക് മറുപടി പറഞ്ഞു. പിന്നാലെ പരസ്പരം പേര് പറഞ്ഞവർ പരിചയപ്പെട്ടു. എന്താണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങുന്നത് അപകടമാണെന്നും അകത്തു തന്നെ ഇരിക്കണം എന്നും തടാക്ക അവനോട് പ്രത്യേകം അറിയിച്ചു. അവനിപ്പോൾ പരിക്കേറ്റിട്ടുണ്ടെന്നും അവൻ സുഖപ്പെട്ടു കഴിയുമ്പോൾ അവനെ താൻ തന്നെ വീട്ടിലെത്തിക്കാം എന്നും തടാക്ക പറഞ്ഞിരുന്നു. അലോക്കിന് തടാക്കയുടെ ഭംഗിയിലും മറ്റും വല്ലാത്തൊരു ആകർഷണീയത തോന്നി. തടാക്കക്ക് തിരിച്ചും അലോക്കിനെ ഇഷ്ടപ്പെട്ടിരുന്നു. ശേഷം തടാക്ക അവിടുന്ന് പോയി അലോക്കിനായി ഒരു മുയലിനെ പിടിച്ചുകൊണ്ടുവന്നു. പക്ഷേ വെജിറ്റേറിയനായ അലോക്കിന് അത് കഴിക്കാൻ പറ്റില്ലായിരുന്നു. പഴമാണ് അലോക്ക് കഴിക്കുന്നതെന്ന് മനസ്സിലാക്കി പിന്നാലെ തടാക്ക പോയി കുറെ മുന്തിരി പറിച്ചു കൊണ്ടുവന്നു. അലോക്ക് സന്തോഷത്തോടെ അത് കഴിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് അവർക്കിടയിൽ ഒരു സൗഹൃദവും സ്നേഹവും പ്രണയവും ഒക്കെ ഉടലെടുക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ അലോക്ക് തടാക്കയോട് സംസാരിച്ചിരിക്കെ അവളെ ചുംബിക്കാൻ വരെ അടുത്തേക്ക് ചെന്നു. അവളും അലോക്കിനടുത്തേക്ക് ചാഞ്ഞു വന്നിരുന്നു. പക്ഷെ പെട്ടെന്ന് അവളുടെ തനിരൂപം പ്രത്യക്ഷപ്പെട്ടു. അവളുടെ കൂർത്ത ദ്രംഷ്ടകൾ പുറത്തേക്ക് നീണ്ടു. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. തടാക്ക ഒരു സാധാരണ സ്ത്രീയല്ല, അവളൊരു ഭേദാളമാണ്, അതായത് വാമ്പയർ. സമയം രാത്രിയായി കഴിഞ്ഞിരുന്നു. കാടിന്റെ മറ്റൊരു വശത്ത് ഭേദാള സംഘം വേട്ടയ്ക്കിറങ്ങിയിരിക്കുകയാണ്. രാവിലെ അലോക്കിനെ ആക്രമിച്ച കരടിയെ അവർ പിടികൂടി. അതിനെ കൊന്ന് രക്തം കുടിച്ചു. പിന്നാലെ അതിനെയും പൊക്കിയെടുത്ത് തങ്ങളുടെ കൂട്ടരുടെ ഗ്രാമത്തിലേക്ക് ചെന്നു. കാടിനുള്ളിൽ രഹസ്യമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രാമം, ഭേദാള സംഘം പാർക്കുന്ന ഗ്രാമം. അവിടെ ആരാധനാകർമ്മങ്ങൾ അരങ്ങേറുകയായിരുന്നു. അവരുടെ ദേവിക്ക് മുമ്പിൽ അവർ സമർപ്പണങ്ങൾ അർപ്പിച്ചു. കൊണ്ടുവന്ന ആ കരടിയുടെ രക്തം ദേവിക്ക് സമർപ്പിക്കപ്പെട്ടു. പിന്നാലെ ആ കരടിയെ അവിടെ തടവിലുള്ള ഭേദാളങ്ങളുടെ നേതാവും എല്ലാ ഭേദാളങ്ങൾക്കും ജന്മം കൊടുത്തവനുമായ യക്ഷാസന്റെ അടുത്തെത്തുകയാണ്. യക്ഷാസന് അത് കഴിക്കുവാൻ യക്ഷാസന്റെ അനുയായികൾ ഇട്ടുകൊടുത്തു.
പക്ഷേ യക്ഷാസൻ കരടിയെ പുറത്തേക്കെറിഞ്ഞു. തനിക്ക് മനുഷ്യരക്തമാണ് വേണ്ടത് എന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ അതിന് യക്ഷാസന്റെ അനുയായികളാണെങ്കിലും അവർക്ക് പറ്റുമായിരുന്നില്ല. അടുത്ത ദിവസം രാത്രിയിലാണ് അലോക് പോയി ബേതാള സംഘത്തിന്റെ മുമ്പിൽ പെടുന്നത്. യക്ഷാസനെ കൊടുക്കാൻ ഒരു മനുഷ്യനെ കിട്ടിയിരിക്കുന്നു. യക്ഷാസന്റെ അനുയായികളായ ബേതാളങ്ങൾ വലിയ സന്തോഷത്തിലായിരുന്നു. അവർ അലോകിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും തടാക്ക അങ്ങോട്ടേക്ക് വന്നു. വഴിതെറ്റി വന്നൊരു മനുഷ്യനാണ് അവരെന്നും അവനെ തിരികെ പറഞ്ഞയച്ചാൽ മതി എന്നും താമ പറഞ്ഞെങ്കിലും യക്ഷാസന്റെ കയ്യാളുകളായ ആ ബേതാളങ്ങൾ അതിന് സമ്മതിക്കുമായിരുന്നില്ല. തടാക്ക നിയമം തെറ്റിച്ച് ഒരു മനുഷ്യനെ കാടിനുള്ളിലേക്ക് കൊണ്ടുവന്നു എന്നായിരുന്നു അവർ ആരോപിച്ചത്. പിന്നാലെ അവരിരുവരെയും പിടികൂടി ബേതാളങ്ങളുടെ ഗ്രാമത്തിലേക്ക് ആ ബേതാളങ്ങൾ എത്തിച്ചു. എല്ലാവരും ഒത്തുകൂടി ശിക്ഷ വിധിക്കാൻ പോവുകയാണ്. പക്ഷേ അലോകിന് അപ്പോഴും താനുള്ളത് അമാനുഷിക ശക്തിയുള്ള ബേതാളങ്ങളുടെ അടുത്താണ് എന്ന് മനസ്സിലായിട്ടില്ല. അവൻ കരുതിയിരിക്കുന്നത് അതേതോ ഗോത്രവർഗക്കാരാണെന്നാണ്. അത്തരത്തിലാണ് അവന്റെ സംഭാഷണങ്ങളും. അതെല്ലാം അവിടെ കുറെ തമാശകൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. തടാക്ക നേതാവിന്റെ മുമ്പിലും കാര്യം പറഞ്ഞു. വഴിതെറ്റി വന്ന മനുഷ്യനാണ്, അവനെ തിരിച്ചയച്ചാൽ മതി. ഒടുവിൽ നേതാവ് യക്ഷാസനന്റെ അനുയായികളുടെ വാക്കുകൾ തള്ളി തൽക്കാലത്തേക്ക് അവനെ ബന്ദിയാക്കാൻ നിർദ്ദേശിച്ചു. പക്ഷേ യക്ഷാസനന്റെ ആളുകൾ ചെയ്തത് യക്ഷാസനന് ഭക്ഷണമായി രക്തം കുടിക്കുവാൻ അലോകിനെ ഇട്ടുകൊടുക്കലായിരുന്നു. യക്ഷാസനെ ബന്ധിച്ചിരിക്കുന്ന ആ ഗുഹയിലേക്ക് അലോകിനെ അവർ കൊണ്ടു തള്ളി. യക്ഷാസനെ ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുകയാണ്. യക്ഷാസനെയും അലോക് ഒരു സാധാരണ മനുഷ്യനെ പോലായിരുന്നു കരുതിയത്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ യക്ഷാസനോട് അലോക് സംസാരിക്കാനും തുടങ്ങി. സംസാരിക്കുന്ന കൂട്ടത്തിൽ യക്ഷാസനൻ അലോകിനോട് ഇംഗ്ലീഷും പറഞ്ഞു. നിനക്ക് ഇംഗ്ലീഷൊക്കെ അറിയാമോ എന്ന അതിശയത്തോടെ അലോക് ചോദിച്ചു. ഞാൻ കുറെ ഇംഗ്ലീഷുകാരുടെ രക്തം കുടിച്ചിട്ടുള്ളതാ. ആ രക്തത്തിന്റെ ഒപ്പം ഇംഗ്ലീഷും എന്നിലേക്ക് വന്നു എന്നായിരുന്നു യക്ഷാസനന്റെ മറുപടി. ഇംഗ്ലീഷുകാരെ കൊന്നു, രക്തം കുടിച്ചു എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ഫ്രീഡം ഫൈറ്റർ ആണോ എന്ന മട്ടിലൊക്കെ അലോക് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവരുടെ സംസാരം കുറച്ചുനേരം സരസമായി തുടർന്നു. ഒരു ഘട്ടത്തിൽ യക്ഷാസനൻ അലോകിനെ ആക്രമിക്കാൻ തയ്യാറെടുത്തതും തടാക്ക അങ്ങോട്ടേക്ക് ചാടി വീണു. അലോകുമായി രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. യക്ഷാസനന്റെ അനുയായികൾ അവരെ പിടികൂടാൻ പിന്നാലെ പാഞ്ഞു. ഒടുവിൽ അവരൊരു മലഞ്ചെരുവിലെത്തി. കാടിന് വെളിയിലുള്ള മലഞ്ചെരുവ്. താഴെയുള്ള റോഡിലൂടെ ഒരു ടെമ്പോ വരുന്നുണ്ട്. അതിലേക്ക് എടുത്തുചാടി രക്ഷപ്പെടാൻ അലോകിനോട് അവൾ പറഞ്ഞു. അങ്ങനെ അവർ രക്ഷപ്പെട്ട് നഗരത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിയതും തടാക്കയ്ക്ക് അലോക് വസ്ത്രങ്ങൾ എടുത്തു കൊടുത്തു. വസ്ത്രം ധരിച്ചു വന്നതിൽ പിന്നെ അവളെ കണ്ടാൽ ഒരു സാധാരണ പെൺകുട്ടിയെ പോലെയേ തോന്നു. അങ്ങനെ അവർ ഒന്നിച്ച് അലോകിന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇതേ സമയം കരടിയുടെ ആക്രമണത്തിൽ അലോക് കൊല്ലപ്പെട്ടു എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു അലോകിന്റെ കുടുംബം. അവർ അവന്റെ കർമ്മങ്ങളൊക്കെ നടത്താനുള്ള തിരക്കിലായിരുന്നു. അപ്പോഴാണ് അലോക് അങ്ങോട്ടേക്ക് എത്തുന്നത്. അലോകിനെ കണ്ട് അവന്റെ അമ്മ സന്തോഷിച്ചു. പക്ഷേ എല്ലാത്തിലും സംശയാലുവായ അവന്റെ അച്ഛന് വന്നത് അലോക് തന്നെയാണോ അതോ അലോകിന്റെ വേഷം കെട്ടി വന്ന ഒരു തട്ടിപ്പുകാരനാണോ എന്ന രീതിയിൽ സംശയമായിരുന്നു. ഒടുവിൽ അലോകിനെ മാറ്റി നിർത്തി തന്റെ മകൻ തന്നെയാണോ എന്നറിയാൻ അയാൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് അലോക് ഉത്തരവും പറഞ്ഞതോടെ അയാൾക്കത് തന്റെ മകനാണെന്ന് ബോധ്യപ്പെട്ടു. തിരികെ വന്നപ്പോഴാണ് അവർ തടാക്കയെ ശ്രദ്ധിക്കുന്നത്. ഈ പെൺകുട്ടി ആരാണെന്ന മട്ടിൽ അലോകിനോട് ചോദിച്ചപ്പോ ഇവളാണ് കരടിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന മട്ടിൽ അലോക് തടാക്കയെ അവർക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവളുടെ പേര് തടാക്കി എന്നാണെന്ന് പറഞ്ഞപ്പോ അവളുടെ പാരന്റ്സ് ഒന്ന് വല്ലാതാവുന്നുണ്ട്. തടാക്ക രാക്ഷസ സ്ത്രീയുടെ പേരാണ്. അതോടെ അലോക് അത് തിരുത്തി അവളുടെ പേര് താരികയെന്നാണ്. പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. പിന്നാലെ അലോക് ഒരു കഥയുണ്ടാക്കി പറഞ്ഞു. അവളൊരു അനാഥയാണ്. അവളുടെ രണ്ടാനമ്മ അവളെ പ്രായമേറിയ ഒരു വ്യക്തിയുമായി വിവാഹം കഴിപ്പിക്കാൻ നോക്കുകയായിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട് പോന്നതാണ്. തന്റെ മകനെ രക്ഷിച്ച പെൺകുട്ടി. അലോകിന്റെ അമ്മ മറ്റൊന്നും ചിന്തിക്കാതെ അവൾക്ക് വീട്ടിൽ അഭയം കൊടുത്തു. അലോകിന്റെ അച്ഛൻ അപ്പോഴും സംശയങ്ങളുണ്ടായിരുന്നെങ്കിലും അതൊക്കെ തള്ളിയിട്ടായിരുന്നു അത്. സമയം രാത്രിയായി. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. വെജിറ്റേറിയൻ ഭക്ഷണമാണ്. താരിക എന്ന തടാക്കയ്ക്ക് അത് കഴിക്കാൻ പറ്റില്ലല്ലോ. അവിടെയുള്ള മാനിന്റെയൊക്കെ ഫോട്ടോ നോക്കി അവൾ കൊതിപൂണ്ടിരിക്കുന്നു. അലോകിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവളൊന്ന് തുമ്മിയത്. അവളുടെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് അടക്കം പൊട്ടി. എല്ലാവരും അതിശയത്തോടെ അവളെ ഒന്ന് നോക്കി. പതിയെ എനിക്ക് വിശക്കുന്നില്ലെന്ന് പറഞ്ഞ് തടാക്ക അവിടെ നിന്ന് വലിഞ്ഞു. അലോക്കും അവളുടെ കൂടെ കൂടി. അവര് തടാക്കയുടെ മുറിയുടെ ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. പുറത്ത് അപ്പോഴാണ് അവൾ ഒരു നായയെ കാണുന്നത്. അതിന്റെ രക്തം കുടിക്കണം എന്നവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അലോക്കിന് അപ്പോഴും തടാക്ക ഒരു വാമ്പയറാണ്, ഒരു ബേതാളമാണെന്ന കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. അവളൊരു മാംസബുക്കാണ് എന്ന് മാത്രമേ അവൻ ചിന്തിച്ചിട്ടുള്ളൂ. അവരുടെ സംസാരം തുടർന്നു നിൽക്കെ പെട്ടെന്ന് അലോക് തിരിഞ്ഞു നോക്കുമ്പോ തടാക്കയെ കാണുന്നില്ല. തടാക്ക അവിടെ നിന്ന് ചാടി നായയെ പിടികൂടാൻ പോയിരുന്നു. ജനൽ വഴിയിലൂടെ അലോകിന്റെ അച്ഛനും അത് കണ്ടു. ഭയന്ന അലോകിന്റെ അച്ഛൻ അലോകിന്റെ അമ്മയുടെ അടുത്ത് വന്ന് അക്കാര്യം പറയാൻ തുടങ്ങി. പക്ഷേ എപ്പോഴും സംശയമുള്ള ആ അച്ഛനെ അലോകിന്റെ അമ്മ വിശ്വസിച്ചതേയില്ല. പിന്നാലെ അലോക്
അലോക്കും അത് ശ്രദ്ധിച്ചിരുന്നു. അലോക്ക് തടാക്കയുടെ അടുത്തെത്തി. തടാക്ക നായക്കുട്ടിയെ കൊന്ന് തിന്നാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി അലോക്ക് അയ്യോ അത് പാടില്ലെന്ന് പറഞ്ഞു. പിന്നാലെ നായക്കുട്ടിയെ സുരക്ഷിതമാക്കി നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരിടത്തേക്ക് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം എന്നായിരുന്നു അലോക്ക് പറഞ്ഞത്. പിന്നാലെ അവളെ പാർട്ടിക്ക് തയ്യാറാക്കി അവർ ഒന്നിച്ച് നോൺ വെജ് ഒക്കെ കിട്ടുന്ന ഒരു പാർട്ടി ഹബ്ബിലേക്ക് പുറപ്പെട്ടു ചെന്നു. അവിടെ പാർട്ടിയിൽ അവർ പങ്കെടുത്തു. അവിടെ വൈനിരിക്കുന്നുണ്ടായിരുന്നു. അത് രക്തമാണ് എന്ന് ചിന്തിച്ച തടാക്ക അതെടുത്ത് നല്ല രീതിയിൽ കുടിച്ചു. അവൾക്ക് തലയ്ക്ക് പിടിച്ചു. അവളവിടെ ആട്ടവും പാട്ടും ആരംഭിച്ചു. ഈ സമയം ആ കൂട്ടത്തിൽ മറ്റു ചില യുവാക്കളുമുണ്ട്. എന്തായാലും ഒക്കെ കഴിഞ്ഞ് മതോന്മത്തിയായ തടാക്കയെയും കൂട്ടിക്കൊണ്ട് അലോക്ക് തിരികെ വരികയാണ്. പക്ഷേ പബ്ബിലുണ്ടായിരുന്ന ആ യുവാക്കളുടെ സംഘം അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ ഒഴിഞ്ഞ ഒരു കെട്ടിടത്തിലേക്കായിരുന്നു അവർ എത്തപ്പെട്ടത്. താൻ അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടിട്ട് വരാം എന്ന് പറഞ്ഞ അലോക്ക് വണ്ടിയിൽ നിന്നിറങ്ങി ആ യുവാക്കളുടെ അടുത്തേക്ക് എത്തി. പക്ഷേ അവര് മോശം രീതിയിലായിരുന്നു ഇടപെട്ടത്. ഒഴിവാക്കി പോവാൻ പറഞ്ഞപ്പോ അവർ അലോക്കിനെ ആക്രമിച്ചു. തടാക്ക അത് മിററിലൂടെ കണ്ടു. പെട്ടെന്ന് തടാക്കയിലേക്ക് ബേതാളത്തിന്റെ ശക്തികൾ കടന്നു കയറി. അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല. കടന്നെത്തിയ അവൾ ആ പയ്യന്മാരെ വലിയ തോതിൽ ഉപദ്രവിച്ചു. പക്ഷേ അവളാരെയും കൊന്നിരുന്നില്ല. അലോക്ക് വന്ന് അവളെ തിരികെ കൂട്ടിക്കൊണ്ടു പോന്നു. പക്ഷെ അവളുടെ ശക്തിയും പ്രവൃത്തിയുമൊക്കെ അലോക്ക് നേരിട്ട് കണ്ടിരുന്നു. ഞെട്ടലോടെ അവൾ ആരാണ് എന്താണെന്നൊക്കെ അലോക്ക് ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് താൻ രക്തം കുടിക്കുന്ന ഒരു ബേതാളമാണ് എന്ന കാര്യം തടാക്ക വെളിപ്പെടുത്തുന്നത്. അലോക്ക് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. നീ ഒരു വാമ്പയറാണോ എന്നൊക്കെ അലോക്ക് ചോദിക്കുമ്പോ അല്ല ബേതാളമാണ് എന്നാണ് തടാക്ക പറയുന്നത്. നീ നരഭോജിയാണോ എന്ന് പേടിയോടെ അലോക്ക് ചോദിച്ചു. അല്ലെന്നും ഞങ്ങൾ രക്തം മാത്രമേ കുടിക്കാറുള്ളൂ എന്ന മട്ടിലായിരുന്നു തടാക്കയുടെ മറുപടി. അലോക്ക് അതൊക്കെ കേട്ട് ഭയക്കുന്നുണ്ട്. തടാക്ക തുടർന്നു പറഞ്ഞു, ഞങ്ങളിപ്പോ മനുഷ്യരുടെ രക്തം കുടിക്കാറേയില്ല. ആദ്യമൊക്കെ ഞങ്ങൾ മനുഷ്യരക്തം കുടിച്ചിരുന്നു. പക്ഷെ 1947 ശേഷം എല്ലാം മാറി മറിഞ്ഞു. 1947 സ്വാതന്ത്ര്യാനന്തരം വലിയ കലാപമുണ്ടായപ്പോ നല്ല മനുഷ്യരിൽ ഭൂരിഭാഗവും കൊന്നു തള്ളപ്പെട്ടിരുന്നു. മനുഷ്യരിലെ ദുഷ്ടന്മാരുടെ രക്തം മാത്രമാണ് ബേതാളങ്ങൾ കുടിച്ചിരുന്നത്. അന്ന് അങ്ങനെ നല്ല മനുഷ്യരടക്കം കൊന്നു തള്ളപ്പെട്ടത് കണ്ട് രക്തം കുടിക്കാനെത്തിയ ബേതാളങ്ങൾ വല്ലാത്തൊരവസ്ഥയിലായി. ഒരു ജീവിയും മറ്റൊരു ജീവിയെ അങ്ങനെ ഒരു കാര്യവുമില്ലാതെ കൊല്ലാറില്ലായിരുന്നു. അന്നു മുതൽ ബേതാള സംഘം ഒരു തീരുമാനമെടുത്തു. മനുഷ്യരുടെ രക്തം ഒരുപാട് വിഷാംശമുള്ളതായിരിക്കും. അവരുടെ ഉള്ളിൽ അത്രയും വിഷമാണല്ലോ ഉള്ളത്. ഇനി മുതൽ മനുഷ്യരക്തം കുടിക്കില്ല. പക്ഷേ ആ കൂട്ടത്തിൽ യക്ഷാസനൻ മാത്രം ആ തീരുമാനത്തിന് അടങ്ങുവാൻ തയ്യാറായില്ല. അങ്ങനായിരുന്നു യക്ഷാസനൻ തടവറയിൽ ബന്ധിക്കപ്പെട്ടത്. പക്ഷേ തടവിലേക്ക് പോകുമ്പോൾ യക്ഷാസനൻ പറഞ്ഞു, ആരെങ്കിലും ഒരിക്കൽ മനുഷ്യരക്തം കുടിച്ച് മനുഷ്യനെ കടിച്ച് ആ നിയമം ലംഘിക്കും. അന്ന് ഞാൻ മോചിതനാകും. മനുഷ്യനെ കടിക്കുന്ന വ്യക്തി പകരം ഇതേ ബന്ധനാവസ്ഥയിൽ അകപ്പെടും. യക്ഷാസനന് ആളുകളെ കടിച്ച് കൂടുതൽ ബേതാളങ്ങളെ ഉണ്ടാക്കി ബേതാളങ്ങളുടെ ഭരണം കൊണ്ടുവരണം എന്നതൊക്കെയായിരുന്നു ആഗ്രഹം. അതുകൊണ്ടുകൂടിയാണ് യക്ഷാസനൻ ബന്ധിക്കപ്പെട്ടത്. തടാക്ക പിന്നെയും വിശദീകരിച്ചു, ബേതാളങ്ങൾക്ക് ഹൃദയമിടിപ്പുണ്ടാകില്ല, മനുഷ്യന് ഹൃദയമിടിപ്പുണ്ടാകും. അലോക്കിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്കൊരു പോലീസ് ഇൻസ്പെക്ടർ എത്തുന്നത്. തടാക്ക ആക്രമിച്ച ആ യുവാക്കൾ കൊല്ലപ്പെട്ടിരുന്നു. അതിനെപ്പറ്റിയുള്ള അന്വേഷണമാണ് ഇൻസ്പെക്ടറെ അവിടെ എത്തിച്ചത്. തടാക്കയുമായി ഇൻസ്പെക്ടർ തനിച്ച് സംസാരിക്കാൻ കയറി. അപ്പോഴാണ് വ്യക്തമായത് ആ ഇൻസ്പെക്ടറും ഒരു ബേതാളമാണ്. നീ നമ്മുടെ നിയമം തെറ്റിച്ചുവെന്നും ബേതാള ഗ്രാമത്തിന്റെയും നാടിന്റെയും സന്തുലിതാവസ്ഥ തെറ്റിക്കാനാണ് നീ ശ്രമിക്കുന്നത് എന്നും ആ ഇൻസ്പെക്ടർ പറഞ്ഞു. നീ എത്രയും വേഗം ഇവിടെ നിന്ന് മടങ്ങിപ്പോകണമെന്നും ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വലുതാകുമെന്നും ഇവിടെ തുടർന്നാൽ നീ അലോക്കിനെയും അവന്റെ കുടുംബത്തെ വരെ ആക്രമിക്കാൻ കാരണമാകും എന്നൊക്കെ ആ ഇൻസ്പെക്ടർ വ്യക്തമാക്കി. തടാക്കയ്ക്ക് അലോക്കിനോട് പ്രണയമായിരുന്നു. അവനെ താൻ ആക്രമിക്കില്ല, അവന്റെ കുടുംബത്തെ ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇൻസ്പെക്ടർ ബേതാളം നിർബന്ധിച്ചപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ അവൾ തിരികെ പോവാൻ തീരുമാനിച്ചു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ തടാക്ക ആക്രമിച്ചെങ്കിലും ആ യുവാക്കളെയൊക്കെ കൊന്നതും അവരുടെ രക്തം കുടിച്ചതുമെല്ലാം തടാക്കയെ അന്വേഷിച്ചു വന്ന യക്ഷാസനന്റെ ആളുകളായിരുന്നു. കാര്യം മനസ്സിലാക്കിയ തടാക്ക തിരികെ പോവാൻ തീരുമാനിച്ചു. അലോക്കിനോടും കാര്യം പറഞ്ഞു. പക്ഷേ അലോക്ക് വല്ലാത്ത ദുഃഖത്തിലായിരുന്നു. അവൻ അവളെ പ്രണയിക്കുന്നുണ്ട്, അവളോട് പോവാതിരുന്നുകൂടെ എന്നൊക്കെ അലോക്ക് ചോദിച്ചെങ്കിലും ഏറ്റവും നല്ലതിന് താൻ പോകുന്നത് തന്നെയാണ് വേണ്ടത് എന്ന് തടാക്ക പറഞ്ഞു. നമ്മുടെ രണ്ടുപേരുടെയും രണ്ട് ലോകമാണെന്നും പറഞ്ഞു. തടാക്ക ബസ്സിൽ കയറി പോവാൻ തുടങ്ങി. അലോക്കിന് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. തടാക്കയെ തിരികെ വിളിക്കാനും പോകുന്നത് തടയാനും തന്റെ കാറിൽ അവൻ ആ ബസ് പിന്തുടർന്നു. തടാക്കയുമായി സംസാരിക്കാൻ ശ്രമിച്ചു. നിർഭാഗ്യവശാൽ തടാക്ക തിരികെ വരും എന്ന ഘട്ടം എത്തിയപ്പോഴേക്കും അവന്റെ കാർ അപകടത്തിൽപ്പെട്ടു മറിഞ്ഞു.
ആ വലിയ അപകടത്തിൽ തടാക്കയുടെ മടിയിൽ കിടന്ന് അലോക് ആകെ അവശനിലയിലായി മരണത്തോട് മല്ലടിച്ചു. വൈകാതെ അലോക് ആശുപത്രിയിലേക്കും എത്തിക്കപ്പെട്ടു. അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി. അങ്ങോട്ടേക്കെത്തിയ അലോകിന്റെ അച്ഛനും അമ്മയും അത് കേട്ട് തകർന്നിരുന്നു. പെട്ടെന്നാണ് അകത്ത് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. അലോകിന്റെ ശരീരം ജീവൻ വെച്ച് തിരികെ വന്നു. ഒരു കാര്യം അപ്പോഴാണ് വ്യക്തമാകുന്നത്. തടാക്കയുടെ കയ്യിൽ കിടന്ന് അലോകിന്റെ ജീവൻ പോയിരുന്നു. അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തടാക്ക അലോകിനെ കടിച്ചു. അതോടെ അവനൊരു ബേതാളമായി മാറാൻ തുടങ്ങി. ഇപ്പോൾ ബേതാളമായിട്ടാണ് ആശുപത്രിയിൽ അവൻ പുനർജനിക്കുന്നത്. അതിന്റെ സൂചനകൾ ബേതാള ഗ്രാമത്തിലും ദൃശ്യമായിരുന്നു. പുതിയ ബേതാളം ജന്മം കൊണ്ടിരിക്കുന്നു. അവരുടെ ആരാധനാമൂർത്തിയിൽ അതിന്റെ ലക്ഷണങ്ങൾ കാണപ്പെട്ടു. യക്ഷാസനനും അത് തിരിച്ചറിഞ്ഞു. തന്റെ മോചനമായി എന്നയാൾ സന്തോഷിച്ചു. ബേതാളമായി മാറിയ അലോക് അവിടുത്തെ ബ്ലഡ് ബാങ്കിൽ പോയി രക്തമൊക്കെ കുടിച്ചു. പിന്നീട് ഡിസ്ചാർജായ അലോക് വീട്ടിലെത്തിയപ്പോ അവനൊരു ബേതാളമായി മാറിയ കാര്യം തടാക്ക തന്നെ അലോകിനോട് വിശദീകരിച്ചു. ആദ്യം അതിൽ വലിയ ഞെട്ടലും പേടിയുമൊക്കെ അലോകിന് തോന്നിയെങ്കിലും പിന്നീട് അവൻ അതുമായി പൊരുത്തപ്പെട്ടു. പക്ഷെ നടന്ന കാര്യങ്ങളിലും മറ്റും അലോകിന്റെ അച്ഛന് വല്ലാത്ത സംശയങ്ങൾ തോന്നിയിരുന്നു. ബേതാളങ്ങൾക്കൊരു പ്രധാന കുഴപ്പമുണ്ട്. നുണകൾ പറയാൻ പറ്റില്ല. നുണകൾ പറയാൻ ശ്രമിച്ചാൽ അവരുടെ ദൃഷ്ടകൾ പുറത്തുവരും. അതുകൊണ്ട് തന്നെ അച്ഛനോട് കള്ളം പറയാൻ അലോക് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എങ്ങനെ ബേതാളങ്ങൾക്ക് ജന്മം കൊടുക്കപ്പെട്ടു, മനുഷ്യരെ പ്രൊട്ടക്ട് ചെയ്യാൻ എങ്ങനെ ബേതാളങ്ങൾ ഉണ്ടായി എന്ന കാര്യമൊക്കെ തടാക്ക അപ്പോൾ വിശദീകരിച്ചു കൊടുത്തു. അവരുടെ രൂപം കൊണ്ടതിന് പിന്നിലുള്ള ദേവീ ചരിത്രവും വെളിപ്പെടുത്തി. ബേതാളങ്ങൾ നല്ലവരാണ്. തിന്മയ്ക്കെതിരെ പോരാടാനും ലോകത്തെ സംരക്ഷിക്കാനുമാണ് അവർക്ക് ജന്മം നൽകപ്പെട്ടത്. അവർക്കൊരുപാട് അമാനുഷിക ശക്തികളുണ്ട്, അമരത്വമുണ്ട്. എല്ലാം തന്നെ തടാക്ക അവനെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നാലെ ഒരു ബേതാളമായി തടാക്കയുടെ നിർദ്ദേശപ്രകാരം ഒക്കെ കൺട്രോൾ ചെയ്ത് അലോക് മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങി. പല കാര്യങ്ങൾ കൊണ്ടും മറ്റും അലോകിന്റെ അച്ഛന് സംശയങ്ങൾ തോന്നിയിരുന്നല്ലോ. ഒടുവിൽ അലോക് ഒരു സാധാരണ മനുഷ്യനല്ല എന്ന കാര്യം അലോകിന്റെ അച്ഛൻ തിരിച്ചറിഞ്ഞു. സത്യങ്ങൾ അലോക് തന്നെ അച്ഛനോട് പറഞ്ഞു. താനൊരു ബേതാളമായ കാര്യവും അച്ഛനടക്കൽ അലോക് അവതരിപ്പിച്ചു. തടാക്കയും കാര്യങ്ങൾ വിശദീകരിച്ചു. അത് കേട്ട് ആദ്യം അലോകിന്റെ അച്ഛൻ നെട്ടുകയായിരുന്നു ചെയ്തത്. തടാക്ക തന്റെ മകനെ അത്തരത്തിലാക്കി തീർത്തു എന്ന് പറഞ്ഞ് അലോകിന്റെ അച്ഛൻ ദേഷ്യപ്പെട്ടു. പക്ഷേ അലോക് അച്ഛനെ ആശ്വസിപ്പിച്ചു. എന്നാലും അലോകിന്റെ അച്ഛൻ അടങ്ങുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയും അലോകിനെ തിരികെ ഒരു മനുഷ്യനാക്കണം എന്നായിരുന്നു അയാൾ ചിന്തിച്ചത്. അതിനായി എക്സോസിസം ഒക്കെ ചെയ്യുന്ന തനിക്ക് പരിചയമുള്ള ഒരു ഫാദറെ കാണാൻ വേണ്ടി അലോകിന്റെ അച്ഛൻ അലോകിനെയും കൂട്ടിക്കൊണ്ടുപോയി. ഈ സിനിമയുടെ മുൻഭാഗങ്ങളായ യൂണിവേഴ്സിലെ സ്ത്രീയിലും മറ്റും വന്നിട്ടുള്ള എൽവിസ് കരീം പ്രഭാകർ എന്ന ഫാദറിന്റെ അടുത്തേക്കായിരുന്നു അലോകുമായി അച്ഛനെത്തിയത്. കാര്യങ്ങളൊക്കെ കേട്ടതും ബേതാളത്തെപ്പറ്റി അറിയാവുന്ന എൽവിസ് പറഞ്ഞു, ഒരു മനുഷ്യനെ ബേതാളമാക്കാൻ പറ്റും, പക്ഷെ ഒരു ബേതാളത്തെ തിരികെ മനുഷ്യനാക്കാൻ സാധിക്കില്ല. അതോടെ നിരാശയിൽ അവർ അവിടെ നിന്ന് തിരികെ പോന്നു. അവരെത്തുന്നതിന്റെ തൊട്ടു മുമ്പ് ബേഡിയായ, അതായത് വെയർവോൾഫായ തന്റെ കസിൻ ഭാസ്കറിന്റെ കാര്യം സംസാരിക്കാൻ ജന എന്നൊരു യുവാവ് അവിടെ എത്തിയിരുന്നു. ഈ യൂണിവേഴ്സിലെ സ്ത്രീ എന്ന സിനിമയിൽ ബേഡിയയും സർക്കട്ടെ എന്ന രാക്ഷസനും ഏറ്റുമുട്ടുന്നുണ്ട്. അതിൽ ബേഡിയക്ക് സാരമായ പരിക്കേറ്റിരുന്നു. അതിൽ പിന്നെ ഭാസ്കറിന് ബേഡിയായി, അതായത് മനുഷ്യ ചെന്നായി മാറാൻ കഴിഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി ചോദിക്കാനായിരുന്നു ജന എത്തിയിരുന്നത്. അത് കേട്ട് എൽവിസ് പറഞ്ഞത് ഭാസ്കറിന് ഇനി ബേഡിയാകണമെങ്കിൽ ഒരു ബേതാളത്തിന്റെ രക്തം ഭാസ്കർ രുചിക്കണമെന്നായിരുന്നു. ബേതാളായ അലോക് വന്നുപോയതും അലോകിരുന്ന ചെയറിലെ തുണിയെടുത്ത് ജനയെ വിളിച്ചു വരുത്തി എൽവിസ് അത് ജനയ്ക്ക് കൊടുത്തു. ഇത് ഭാസ്കറിന് കൊടുക്കാനും ഭാസ്കറിന് ബേതാളത്തെ കണ്ടെത്താൻ സാധിക്കും എന്നും എൽവിസ് പറഞ്ഞു കൊടുത്തു. അലോക് അവിടെ നിന്ന് അച്ഛനുമായി സംസാരിച്ചു പോകുമ്പോ യക്ഷാസനന്റെ ആളുകൾ അലോകിനെ പിടികൂടാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. തടാക്കയുമായി സംസാരിച്ച് അവരിൽ നിന്ന് ഒളിച്ചുമാറി വലിയൊരു കെട്ടിടത്തിന് മുകളിൽ അലോക് നിൽക്കാൻ തുടങ്ങി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഭാസ്കർ വന്നെത്തുന്നത്. എൽവിസിൽ നിന്നും ജനവഴി അലോക് ഇരുന്നയിടത്തെ തുണി കിട്ടി അതിന്റെ മണം പിടിച്ചായിരുന്നു ഭാസ്കർ അങ്ങോട്ടേക്ക് വന്നെത്തിയത്. ഭാസ്കറിന് അലോകിന്റെ രക്തം വേണം, എന്നാലേ ഇനി അവന് ബേഡിയാകാൻ സാധിക്കൂ. അലോകിന്റെ രക്തം ഭാസ്കർ ആവശ്യപ്പെട്ടു. അലോക് അത് വിസമ്മതിച്ചതോടെ അവർ തമ്മിൽ ഏറ്റുമുട്ടൽ തുടങ്ങി. ശക്തമായ പോരാട്ടം. ഒരു ഘട്ടത്തിൽ ഭാസ്കർ പറഞ്ഞു, വളരെ സ്നേഹത്തോടെയാണ് ചോദിക്കുന്നത്, നിന്റെ കുറച്ച് രക്തം എനിക്ക് തരൂ. അത് കേട്ടതും പുച്ഛത്തോടെ അലോക് തന്റെ കൈ മുറിച്ചു. ഇന്നാ നീ ചോദിച്ച രക്തം വേണമെങ്കിൽ എടുത്തു എന്ന് പറഞ്ഞ് ആ ബിൽഡിങ്ങിന്റെ ഒരു വശത്തു നിന്നും തന്റെ ഒരു രക്തത്തുള്ളി താഴേക്ക് പതിപ്പിക്കാൻ തുടങ്ങി. ഭാസ്കർ ആ രക്തത്തുള്ളി എടുക്കുവാൻ അങ്ങോട്ടേക്ക് പാഞ്ഞെടുത്തു. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി. അതോടെ ഭാസ്കർ അവസാനിച്ചു എന്നായിരുന്നു അലോക് കരുതിയത്. പക്ഷെ ആ രക്തത്തുള്ളി ഭാസ്കറിന്റെ നാവിൽ തൊട്ടു. അതോടെ അവൻ ഉഗ്രരൂപമുള്ള മനുഷ്യ
ചെന്നായിയായി രൂപം മാറി, അതും കൂടുതൽ ശക്തികളോടെ. മനുഷ്യ ചെന്നായിയായ അവൻ ഉയർന്ന് വീണ്ടും കെട്ടിടത്തിന്റെ മുകളിലെത്തി അലോക്കുമായി ഏറ്റുമുട്ടൽ ആരംഭിച്ചു. അലോക്ക് ഇതൊക്കെ കണ്ട് ഞെട്ടിയിരുന്നു. ബേഡിയ അലോക്കിനെ ആക്രമിക്കാൻ തുടങ്ങി. ബേഡിയയിൽ നിന്ന് രക്ഷപ്പെടാൻ അലോക്ക് ഓടിമാറാൻ ആരംഭിച്ചു. പക്ഷേ അലോക്കിന് ഒരുപാട് മർദ്ദനങ്ങളേറ്റിരുന്നു. ഒരു ഘട്ടത്തിൽ അലോക്കിനെ കൊല്ലാനായി ബേഡിയ വലിച്ചെറിഞ്ഞപ്പോ കൃത്യസമയം തടാക്ക അവിടെ എത്തി. അലോക്കിനെ അവിടെ നിന്ന് ബേഡിയയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാൻ തടാക്കക്ക് കഴിഞ്ഞു. തടാക്ക ബേഡിയുമായി ചെന്നെത്തിയത് ഭേദാളമായ ആ ഇൻസ്പെക്ടറുടെ അടുത്തേക്കായിരുന്നു. അവിടെ വെച്ച് അലോക്കിനെ ഒരാൾ ആക്രമിക്കാൻ ശ്രമിച്ച വിവരം ഇൻസ്പെക്ടറോട് അവർ പറഞ്ഞു. വിശദീകരണത്തിൽ നിന്നത് ബേഡിയാണ് എന്ന് ഇൻസ്പെക്ടറിന് മനസ്സിലായി. അപ്പോഴാണ് ഇൻസ്പെക്ടർ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പണ്ട് മുതലെയുള്ള സംഗതിയാണ്. ഭേദാളത്തിന്റെ രക്തം കുടിക്കാനാണ് ബേഡിയ എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഭേദാളത്തിന്റെ ഒരു തുള്ളി രക്തം ബേഡിയകളെ 10 ഇരട്ടി ശക്തിയുള്ളതാക്കും. ഇനിയിപ്പോൾ ബേഡിയ അലോക്കിനെ പിടിക്കാൻ എന്തായാലും വരും എന്നായിരുന്നു ഇൻസ്പെക്ടറിന്റെ വാദം. എല്ലാ കാര്യങ്ങളും കൊണ്ടും സന്തുലിതാവസ്ഥ തകർന്നിരിക്കുകയാണെന്നും നേതാവിനോടും മറ്റും എന്തു പറയും എന്നോർത്തും ഇൻസ്പെക്ടർ വല്ലാതാവുന്നുണ്ട്. പിന്നാലെ ഇൻസ്പെക്ടർ പറഞ്ഞു, അലോക്കിന്റെ കാര്യം, അവന്റെ സംരക്ഷണം ഞാൻ നോക്കിക്കോളാം. പിന്നാലെ അലോക്കും തടാക്കയുമായി പൂർണ്ണമായി തയ്യാറായി അവിടുള്ള ഒരു പബ്ബിലേക്ക് ഇൻസ്പെക്ടർ അവരെ കൂട്ടിക്കൊണ്ടുപോയി. അതൊരു രഹസ്യ പബ്ബായിരുന്നു. നഗരത്തിലുള്ള വാമ്പയേഴ്സ് ഒത്തുകൂടുന്ന പബ്ബ്. അങ്ങോട്ടേക്ക് അവർ എത്തിച്ചേർന്നു. അവിടെ എത്തിയ അലോക്കിന് തലക്ക് പിടിക്കുന്ന തരം രക്തം ആ ഇൻസ്പെക്ടർ കൊടുത്തു. അലോക്ക് അതോടെ അബോധാവസ്ഥയിലായി. അത് ഒരു ട്രാപ്പായിരുന്നു. അലോക്കിനെ അവിടെ ബന്ദിയാക്കി തടാക്കയെ യക്ഷാസന്റെ അടുത്തേക്ക് കാടിനുള്ളിലെ ഗ്രാമത്തിലേക്ക് എത്തിക്കലായിരുന്നു അവർക്ക് മേൽ ചുമത്തപ്പെട്ട ദൗത്യം. യക്ഷാസനൻ മോചിതനാകും, പകരം തെറ്റ് ചെയ്ത തടാക്ക അവിടെ ബന്ദിയായി കിടക്കണമായിരുന്നു. ബോധം തെളിഞ്ഞപ്പോഴാണ് അലോക്ക് അത് മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും തടാക്ക അവിടെ നിന്ന് യക്ഷാസനന്റെ ആളുകളാൽ പിടിച്ചു കൊണ്ടുപോകപ്പെട്ടിരുന്നു. ബോധം തെളിഞ്ഞ അലോക്ക് അതിനെതിരെ പ്രതികരിക്കാൻ നോക്കിയെങ്കിലും അലോക്കിനതിന് സാധിക്കുമായിരുന്നില്ല. നിരാശയിൽ അലോക്ക് വീട്ടിലേക്കെത്തി തന്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അച്ഛനൊക്കെ കേട്ടു. ശേഷം പറഞ്ഞു, നിനക്ക് വേണ്ടിയാണ്, നിന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് അവൾ നിയമങ്ങളൊക്കെ തെറ്റിച്ചത്. അവളെ രക്ഷപ്പെടുത്താൻ ആവശ്യമെങ്കിൽ നിനക്കും നിയമങ്ങൾ തെറ്റിക്കാം. നിനക്ക് അവളോട് യഥാർത്ഥ ഇഷ്ടമുണ്ടെങ്കിൽ നീ അവളെ രക്ഷപ്പെടുത്താൻ പോകണം. അച്ഛന്റെ വാക്കുകൾ അവന് പ്രചോദനം നൽകി. അവനങ്ങനെ തടാക്കയെ രക്ഷപ്പെടുത്താൻ കാട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. കാട്ടിലെത്തിയിട്ടും ഭേദാളങ്ങളുടെ ഗ്രാമത്തിലേക്കുള്ള വഴി അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഒരു ഭേദാളം ഒളിപ്പിച്ചു വെച്ച് കാടിനുള്ളിലെ അവരുടെ ഗ്രാമത്തിലേക്ക് കയറുന്നത് അലോക്ക് കണ്ടു. അതേ പാത ഉപയോഗിച്ച് അലോക്കും ഗ്രാമത്തിനകത്തേക്കെത്തി. അവിടെ ഇപ്പോൾ വിചാരണ നടക്കുകയാണ്. യക്ഷാസനനെ മോചിപ്പിച്ച് തടാക്കയുടെ കയ്യിലേക്ക് വിലങ്ങ് ധരിപ്പിക്കപ്പെട്ടു. യക്ഷാസനൻ താമയായി വീണ്ടും അധികാരമേറ്റു. അതായത് അവരുടെയൊക്കെ ലീഡർ. താമ പറയുന്നതാണ് ഭേദാളങ്ങളുടെ നിയമം. ഇനി മുതൽ മനുഷ്യരക്തം കുടിക്കാമെന്നും ഭേദാളങ്ങളുടെ വലിയ ആർമി തന്നെ തീർക്കാം എന്നുമൊക്കെ താമ പറയുന്നുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ അതുവരെ തീരുമാനങ്ങൾ എടുത്തിരുന്ന നേതാവിന് അതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ മറ്റുള്ളവർക്ക് താമയെ പിന്തുണക്കാതെ വഴിയുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അലോക്ക് അങ്ങോട്ടേക്ക് എത്തുന്നത്. അലോക്ക് 100 കൊല്ലം തടവിൽ കഴിയണം എന്ന തടാക്കയുടെ ശിക്ഷ 2 ആഴ്ചത്തേക്ക് കുറയ്ക്കാനൊക്കെ പറഞ്ഞു. താമ അലോക്കിന്റെ അടുത്തേക്ക് വന്നു. അതൊന്നും നടക്കില്ലെന്ന മട്ടിൽ അലോക്കിനോട് പറഞ്ഞു. പിന്നാലെ അലോക്കിനെ ആക്രമിക്കാനും കൊല്ലാനും വേണ്ടി തന്റെ അനുയായികളെ പറഞ്ഞയച്ചു. ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. ഏറ്റുമുട്ടലിനൊടുവിൽ അലോക്ക അനുയായികളെ കൊലപ്പെടുത്തി. ദേഷ്യം വന്ന താമ പുതിയ ഭേദാളമായ അലോക്കിനെ പോലും നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് തന്റെ അനുയായിയെ കൊന്നു. പിന്നാലെ രാക്ഷസ രൂപം പൂണ്ട് അലോക്കിനെ ആക്രമിക്കാൻ മുന്നിട്ടു ചെന്നു. കരുത്തനായ യക്ഷാസനനോട് പിടിച്ചു നിൽക്കാൻ അലോക്കിന് പറ്റുമായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ അലോക്കിനെ യക്ഷാസനൻ ആക്രമിച്ചു വീഴ്ത്തി കഴുത്തിൽ കടിച്ചു കൊലപ്പെടുത്തി. പെട്ടെന്നാണ് അതിശയം സംഭവിച്ചത്. തന്റെ പ്രിയപ്പെട്ട അലോക്ക് കൊല്ലപ്പെട്ട് വീണത് കണ്ട് തടാക്കക്ക് സഹിച്ചില്ല. വേദന കൊണ്ട് അവൾ അലറി. ആ ശബ്ദം അവിടെ അലയടിച്ചു. അവരുടെ ദേവിയിലേക്കും അതിന്റെ ശക്തി പ്രവഹിച്ചിരുന്നു. ദേവിയിൽ നിന്ന് ഉടൻ ശക്തിപ്രവാഹം ഉടലെടുത്തു. അലോക്കിലേക്കൊരു ശക്തി പാഞ്ഞു. അലോക്കിന്റെ ഉള്ളിൽ ഹൃദയം മിടിക്കാൻ തുടങ്ങി. ഭേദാളമായിരിക്കുമ്പോൾ തന്നെ ഹൃദയം മിടിക്കുന്ന മനുഷ്യൻ, അത് അവരുടെ നിയമപ്രകാരം വലിയൊരു സംഗതിയാണ്. ദൈവത്തിന്റെ നേരിട്ടുള്ള കയ്യൊപ്പുള്ള മനുഷ്യൻ. അങ്ങനൊരു ഭേദാളം രൂപപ്പെട്ടാൽ ആ ഭേദാളമായിരിക്കും പിന്നീട് ഭേദാളങ്ങളുടെ തലവൻ. അലോകത ഭേദാളങ്ങളുടെ തലവനായി മാറുന്നു. യക്ഷാസനന് അത് സഹിക്കില്ലായിരുന്നു. യക്ഷാസനൻ ദേവിയുടെ കരുത്തുകൂടി പകർന്നു കിട്ടിയ അലോക്കിനെ ആക്രമിക്കാൻ ചെന്നു. പക്ഷേ ഇത്തവണ അലോക്കിനെ തൊടാൻ പോലും യക്ഷാസനന് പറ്റുമായിരുന്നില്ല. അലോക്ക് തിരികെയടിച്ചു. യക്ഷാസനനെ കീഴ്പ്പെടുത്തി. ഒടുവിൽ യക്ഷാസനനെ കൊല്ലാൻ അലോക്ക് മുതിർന്നെങ്കിലും തടാക്ക അവനെ തടഞ്ഞു. അങ്ങനെ പ്രവർത്തിച്ചാൽ യക്ഷാസനനും അലോക്കും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചു. ഒടുവിൽ യക്ഷാസനന് വീണ്ടും തടവ് ശിക്ഷ വിധിക്കപ്പെട്ടു.
ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അവിടുത്തെ ഗുഹയിലേക്ക് യക്ഷാസനൻ തള്ളപ്പെട്ടു. അലോക്കും തടാക്കയും വീണ്ടും ഒന്നുചേർന്നു. അവരുടെ താമയായി, ലീഡറായി അലോക്ക് മാറിയിരുന്നു. പക്ഷേ അധികം വൈകാതെ യക്ഷാസനനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായി സർക്കട്ട എന്ന് പേരുള്ള ആ രാക്ഷസനെത്തി. യക്ഷാസനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. വിവരം അലോക്കിന്റെ ചെവിയിലെത്തി. യക്ഷാസനെ പിടികൂടാൻ അലോക്ക് തീരുമാനമെടുത്തു. വേതാള സംഘം മുഴുവനും അലോക്കിന്റെ പിന്നിലുണ്ടായിരുന്നു. പക്ഷേ അതിന് അലോക്കിന് കൂടുതൽ കരുത്തു വേണം. അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ. ഒരു ബേഡിയുടെ രക്തം അലോക്ക് കുടിക്കണം. അങ്ങനാണെങ്കിൽ അലോക്കിന് പൂർവാധികം ശക്തി കിട്ടും. ഇതേ സമയം അലോക്കിനെ പിടികൂടാൻ വേണ്ടി അലോക്കിനെയും വേതാളങ്ങളെയും തിരഞ്ഞ് ബേഡിയ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളോടെ രണ്ടാം ഭാഗങ്ങൾക്കുള്ള ചാൻസ് തുറന്ന് താമ എന്ന ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു സൂപ്പർ നാച്ചുറൽ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.